എല്ലാവർക്കും ജിനോ വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുടെ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ പുലാവാണ്, വെജിറ്റബിൾ മസാല പുലാവ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യമേ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഗീ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം. സൺഫ്ലവർ മതി. അതൊന്ന് ചൂടായി വന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏലക്ക, പിന്നെ ബേ ലീഫ് എന്ന് പറയും, പിന്നെ കറുവാപ്പട്ട, പിന്നെ ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഇത്രയുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത് നല്ലവണ്ണം ഒന്ന് ഇത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സവാള, കൊത്തി നുറുക്കിയ സവാള ചെറുതായിട്ട് അതിനുശേഷം ഒരു സവാള മതി, അല്ലെങ്കിൽ ഒരു 2 സവാള, 1-2 സവാള, അതിൻ്റെ വലിപ്പം അനുസരിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മൾ ഈ സവാള ഏകദേശം ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്നറിയാം തക്കാളി. നമ്മുടെ തക്കാളി ഞാൻ 2 എണ്ണമാണ് ഇട്ടേക്കുന്നത്. ഈ 2 എണ്ണം തക്കാളി കട്ട് ചെയ്ത്, നമുക്ക് ഒരുപാട് ചോപ്പ് ചെയ്യേണ്ട കാര്യമില്ല, സവാള മാത്രം ചോപ്പ് ചെയ്താൽ മതി. അതിന് ശേഷം തക്കാളി ഇനി ഒന്ന് വഴണ്ട് വരണം. അതുവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. ഏകദേശം വഴണ്ട് വരുന്നുണ്ട്, കണ്ടിട്ട്. ഏകദേശം ഇതേപോലെ ആകണം. അതിനുശേഷം പിന്നെ നമ്മുടെ ഈ ഗാർലിക്കും ജിഞ്ചറിൻ്റെയും പേസ്റ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം അതോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് കുറച്ച് ഇത് ചെയ്തു. അതിനുശേഷം കുറച്ച് നമ്മുടെ ഇത് മതി, കാശ്മീരി ചില്ലി മതി. അത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി, 1/2 ടീസ്പൂൺ മതി. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടിയൊന്ന് റെഡി ആകുന്നതിന് വരെ അതങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇത് തൈരാണ്. നമ്മുടെ തൈരിൽ നമ്മൾ കുറച്ച് ഗരം മസാല, പിന്നെ ജീരകപ്പൊടി, ഇത് 2 ഇട്ട്, ഗരം മസാലയാണ്. കൈയുടെ അളവാണ്, അതുകൊണ്ടാണ് നമുക്ക്. എന്നിട്ട് തൈര് നല്ലോണം മിക്സ് ചെയ്യുക. ഈ സമയം നമ്മളിത് മൂടി കുറച്ച് നേരം.
ഇതിൻ്റെ ആ തൈരിൻ്റെ കട്ടയൊക്കെ ഒന്ന് കളഞ്ഞ് കറക്റ്റ് ഒന്ന് ലൂസ് പരുവത്തിലാക്കണം. ഇത് മിക്സ് ജീരകപ്പൊടി ഗരം മസാലയും കൂടാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നല്ലവണ്ണം മിക്സാക്കണം. യാതൊരു വിധത്തിലുള്ള ഇത് കട്ടിയായിട്ട് വരാൻ പാടില്ല. തൈര് എല്ലാ സ്ഥലത്തും നല്ലവണ്ണം ഉടഞ്ഞിരിക്കണം. നല്ലവണ്ണം ഉടഞ്ഞ് കറക്റ്റ് കട്ട കെട്ടാതെ എല്ലാം ഉടഞ്ഞ് കറക്റ്റ് മസാലയുമായി മിക്സ് ചെയ്ത് ജോയിൻ ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. ഏകദേശം ഇതായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ മസാല മിക്സ് ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലവണ്ണം ഇനി ചൂടായി വരട്ടെ. നല്ലതുപോലെ ചൂടായി വരണം. ഈ സമയത്ത് നമ്മൾ തീ ചെറുതാക്കി കുറച്ച് വെക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. കണ്ടോ, തൈരിട്ടിട്ട് ദാണ്ട് ഈ മുകളിൽ എണ്ണ പോലെ തെളിഞ്ഞ് വരുമ്പോഴാണ് നമുക്ക് അടുത്ത പരിപാടിയായ നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഗ്രീൻ പീസാണ്, ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം യോജിപ്പിക്കുക. യോജിപ്പിച്ച് അതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് എനിക്ക് കൈയളവായത് കാണത്താൽ എത്ര എനിക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എത്ര ഇട്ട് കൊടുക്കണമെന്നുണ്ട്. ഹിമാലയൻ സോൾട്ടാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, നമുക്ക് പുലാവ് പല രീതിയിൽ ഉണ്ടാക്കാം. ഇത് വ്യത്യസ്തമായ ഒരു മസാല പുലാവാണ്. അപ്പം ഇത് ഇത്രയും യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടു, അതിന് ശേഷം അടച്ചു വെക്കുക. ഏകദേശം കണ്ടില്ലേ, ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 മിനിറ്റിനടുത്തായി. നമ്മൾ ഒഴിച്ച തൈരൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കാം. നമുക്ക് ഉരുളക്കിഴങ്ങ് ഫുള്ള് വേകാൻ പാടില്ല. ഒരു ഉരുളക്കിഴങ്ങ് എടുത്തതിന് ശേഷം നമുക്ക് നോക്കുക, ഒരു ഹാഫ് വേവ് ആകണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഉണ്ടോ, ഒരു ഹാഫ് വേവ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് തിരിച്ചിട്ടു. അതിനുശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരി ഇടാൻ പോവുകയാണ്. നമ്മൾ 2 ഗ്ലാസ് അരിയാണ് ഇട്ടിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് അരി ഇട്ട്
ഞാൻ 4 പ്രാവശ്യം കഴുകി. ബസുമതി റൈസാണ്, അത് 4 പ്രാവശ്യം കഴുകി. അത് വെള്ളം നല്ല ക്ലിയർ ആയിരിക്കണം. അതുവരെ 4-5 പ്രാവശ്യം കഴുകി കഴിയുമ്പം തെളിനീര് പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഈ വെള്ളം ഊറ്റിക്കളയണം. ഒരു 20 മിനിറ്റോളം ഞാൻ അരി കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചൂടുവെള്ളമുണ്ട്, ഇത് ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ്. അതായത് നമ്മുടെ റൈസ് ഇട്ടിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. അപ്പം ഞാൻ ചൂടുവെള്ളം ഇതിനകത്തോട് ഒഴിക്കുകയാണ്. ഒഴിച്ചു. അതിനുശേഷം ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ ഉപ്പിട്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് കറിക്ക് മാത്രമേ ഇട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് റൈസ് ഇടുമ്പം അതിനാവശ്യമായ ഉപ്പൂടെ ആവശ്യമാണ്. ഉപ്പൂടെ ഇതിനകത്തോട്ട് ഇട്ടു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ കൊറിയാണ്ടർ ലീഫ്, അതായത് മല്ലിയിലയും പുതിന ഇലയും കൂടെ ഞാൻ ഒരുമിച്ച് ഇതിനകത്തേക്ക് ഇടുകയാണ്. എല്ലാം കൂടി ഇട്ടില്ല, ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് ഞാൻ കഴുകി വാരി വെച്ചിരിക്കുന്ന റൈസ് ഇടാൻ പോവാണ്. അതിനുശേഷം ഈ റൈസ് നമ്മൾ ഇതിനകത്തേക്ക് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് കുറച്ചാൽ മതി കേട്ടോ. ഏകദേശം 10 മിനിറ്റിനടുത്തായി കണ്ടോ, ഇതേപോലെ വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമയം ഉണ്ടോ നോക്കാം. ഇല്ല, വെള്ളമെല്ലാം വറ്റി. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ. സൈഡിൽ കൂടി എടുത്ത് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തു. അതിന് ശേഷം ഞാൻ അടിപൊളി. ഇച്ചിരി ഉപ്പ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റ് എല്ലാം നല്ല അടിപൊളിയാണ്. കഷ്ണങ്ങളെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ്. ഇതാണ് വെജിറ്റബിൾ മസാല പുലാവ്. അപ്പം നിങ്ങൾക്കിന് എരിവ് കുറവാണ്, നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പച്ചമുളകോ അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടികളൊക്കെ, സ്പൈസി ആയിട്ടുള്ള മുളക് പൊടികളൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു കുക്കിംഗ് വീഡിയോയുമായി നമുക്ക് കാണുന്നത് വരെ